അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന് പല തരത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതിപ്പോൾ ലോങ് ടൈം ബാച്ച് ആയിട്ടും അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ബാച്ച് ആയിട്ടും അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ നമ്മോടൊപ്പം ഉള്ളത് ഒരു മിടുക്കി കുട്ടിയാണ്. അവളുടേതായ കൺവീനിയൻസിനനുസരിച്ച് ഷെഡ്യൂളൊക്കെ ചെയ്ത് ബ്രില്യൻറ്റിൻ്റെ ടെസ്റ്റ് സീരീസ് യൂസ് ചെയ്ത് പഠിച്ച് നല്ല റാങ്ക് വാങ്ങിച്ച് 677 സ്കോർ നേടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ആളോടും ആളുടെ പാരൻസും ആളുടെ ഒപ്പം ഉണ്ട്, അതുപോലെ തന്നെ ആളുടെ മെൻറ്ററും ഉണ്ട് ഒപ്പം. അപ്പോൾ നമുക്ക് രണ്ടുപേരോടും ആളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം. അതുകൂടാതെ കുട്ടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, കാരണം അവളും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും തന്നെ ഇരുന്ന് പഠിച്ച് മോട്ടിവേറ്റ് ചെയ്ത് ഈ ഒരു ലെവലിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവളും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മോളോടും കൂടി ചോദിച്ചു നോക്കാം എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളത്. മോളുടെ പേരെന്താ? അശ്വത തച്ചില. സ്കോർ എന്താണ്? 677. നല്ല വിശേഷം, നല്ലതെന്ന് പറയണേ. എല്ലാം ബ്രില്യൻറ്റിന്റെ ടെസ്റ്റ് സീരീസ് ഒക്കെ കുറെ സ്ട്രക്ചേർഡ് ആയിരുന്നു, കുറെ ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. എല്ലാ എക്സാം കഴിഞ്ഞ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇൻവോൾവ് ആയിട്ട് നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു മോളുടെ കോഴ്സ് സ്ട്രക്ചർ ഒന്ന് പറയാൻ പറ്റുമോ? കോഴ്സ് സ്ട്രക്ചർ ഇപ്പോൾ ജൂലൈയിലാണ് തുടങ്ങിയത്. എല്ലാം വീക്കിൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റ് 3 മണിക്കൂർ ഓഫ്ലൈനും കൊടുക്കാം ഓൺലൈനും കൊടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഓൺലൈനാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് എക്സാം കുറച്ചുകൂടി അടുത്തേക്ക് വരുമ്പോൾ ആ സമയത്ത് ഓഫ്ലൈൻ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ കൊടുത്ത് തന്നെ പഠിക്കും. ഒരു ആഴ്ചയുടെ ടൈം കിട്ടും. അവർ സിലബസ് ഒക്കെ പറഞ്ഞുതരും ഗ്രൂപ്പിൽ. അതിൻ്റെ അക്കോർഡിംഗ് പ്രിപ്പയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റിൽ പോയി കൊടുക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു തന്നെ ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുക? തന്നെ ഒരു മോട്ടിവേഷൻ ഇതന്നെ 2ാമത്തെ പ്രാവശ്യം ഞാൻ കൊടുക്കണേ. ഞാൻ കുറെ താല്പര്യം ഉണ്ടായിരുന്നു. ഇതന്നെ ചെയ്യണം പറഞ്ഞ ഒരു ഗോൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരുന്നു. മോട്ടിവേഷന്റെ ആവശ്യം യെസ്, അതെ, അതൊരു സന്ദേശം തന്നെയാണല്ലേ. അതായത് നമുക്ക് ഒരു ഫയർ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏതൊരു വഴി വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതിനുള്ള സോഴ്സസ് കുറെയൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. മോളുടെ ക്ലാസ് ടീച്ചർ ആണല്ലേ അത്. അപ്പൊ ത്രൂ ഫോൺ മാത്രമാണ് നിങ്ങൾ കോണ്ടാക്ട്. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് മോൾക്ക്? ഇപ്പോ ഇടയ്ക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് അവിടെ ആരും തന്നിരുന്നു. വീട്ടിൽ പഠിക്കുമ്പോൾ ചിലപ്പോ ഇങ്ങനെ ലോൺലി ആയി തോന്നും. ആരും ഇല്ല, ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അതെ, പക്ഷെ മെന്റർ കോൾ ചെയ്യാറുണ്ട്, എക്സാം ഒക്കെ എങ്ങനെ പോയി അതൊക്കെ. അപ്പൊ ആരും ഉണ്ടാവും നിങ്ങളെ ചോദിക്കാൻ വേണ്ടി എങ്ങനെ ഇത്. പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. ഫുൾ ഗ്രൂപ്പ് എഫേർട്ട് ആയിരുന്നു. അതെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ. അച്ഛനാണ് എന്നെ ഡ്രൈവ് ചെയ്തത്, എല്ലായിടത്തും കൊണ്ടുപോയത്. അവിടെ വെയിറ്റ് ചെയ്തു 3 മണിക്കൂർ. അച്ഛൻ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ വരെ. പിന്നെ അച്ഛൻ എപ്പോഴും ചോദിക്കും എങ്ങനെയായിരുന്നു. അമ്മയും എല്ലാവരും ഒക്കെ കുറെ സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ടീച്ചറിന് എന്താ പറയാനുള്ള കുട്ടീനെ കുറിച്ചിട്ട്? ഒരു എക്സാം പോലും ആബ്സെന്റ് ആവത്തില്ലായിരുന്നു. മെയിൻലി എല്ലാ എക്സാംസ് ആണ് നമ്മുടെ BTS എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. ഒരു എക്സാം പോലും ആബ്സെന്റ് ആവാതെ ആദ്യ എക്സാം തൊട്ട് തന്നെ ഫസ്റ്റ് റാങ്ക് തന്നെ, അല്ലെങ്കിൽ ഒരു 1 to 100 റാങ്കിൽ തന്നെ ആൾ വരുന്നുണ്ടായിരുന്നു. റാങ്ക് താഴോട്ട് പോകുന്നില്ലായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾക്ക് എല്ലാവരും പ്രതീക്ഷ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളെല്ലാം, ഞാനാണ് ജോസ് സാറാണേലും പറയും, ഞങ്ങളുടെ എല്ലാ മീറ്റിംഗ്സിലും തന്നെ സാറ് പറയുക ഞങ്ങളുടെ ആ ടോപ്പ് റാങ്ക്സിൽ വരുന്ന എല്ലാവരുടെയും പേരുകൾ അതിനകത്ത് വരുന്ന മെയിനായിട്ട് വരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷം. നേരിട്ട് കാണാൻ ഫസ്റ്റ് ടൈം ആണ് നേരിട്ട് കാണുന്നത്. അതിൽ വളരെയധികം സന്തോഷം. അച്ഛൻ എന്താ പറയാനുള്ളത്? എല്ലാ ക്രെഡിറ്റും അവളുടെ എഫേർട്ട് തന്നെ. ഞങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് റോൾ മാത്രമേ ഉണ്ടായിരുന്നു. മെയിൻലി അച്ഛനെ തന്നെ ഞാൻ കൊടുക്കാം. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ വിളിക്കുമ്പോഴാണെങ്കിലും അച്ഛനാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാലും സാറ് പറയുമായിരുന്നു എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അച്ഛനെ മെയിൻ ബാക്ക് ബോൺ തന്നെ പറയാം. അച്ഛൻ ചേച്ചിയുടെ ഈ ഒരു വിജയത്തിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? So she was always studying and whenever I came back home from school she was studying. She worked very hard and I didn't used to help but she used to help me in my studies too. അപ്പോ കട്ട സപ്പോർട്ടായിട്ട് ക്ലാസ് ടീച്ചർ ആണെങ്കിലും അച്ഛനാണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും ഒപ്പമുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു ഭയങ്കരമായിട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഈ ഗോള് എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, അപ്പോ ഇങ്ങനെ മോളുടെ പോലെ തന്നെ വീട്ടിലിരുന്ന് പഠിക്കാനും അതുപോലെ പലതരത്തിലുള്ള BTS സീരീസ് ചെയ്ത് പഠിക്കാനും ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ അവരോടുള്ള ഒരു ടിപ്പ് എന്താണ് പറയാനുള്ളത്? നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് നേരിടേണ്ടി വരും? അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആദ്യം എല്ലാം ഡിസ്ട്രാക്ഷൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഫുൾ ഫോക്കസ് ആയിട്ട് ഇതുകൊണ്ട് ഡെഡിക്കേഷൻ വേണം, ഡിവോഷൻ വേണം. ഇങ്ങനെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇതിൽ തന്നെ ഒരു ഡയറക്ഷനിൽ തന്നെ ഫോക്കസ് ചെയ്യണം. ഞാൻ ഫാമിലി സപ്പോർട്ട് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ആവും. അപ്പോൾ ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ മോളെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ച് എല്ലാവരൊപ്പം തന്നെ മുന്നിലേക്ക് എത്തി ഇതുപോലത്തെ കുറെ ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല മിടുക്കി കുട്ടിയായിട്ട് കുറെ അവാർഡ്സും വാങ്ങിച്ച് ഇനിയും നമ്മൾ ഏതായിരുന്നു ഡ്രീം ക്യാമ്പസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഡ്രീം ക്യാമ്പസ് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ നല്ലൊരു ഡോക്ടറായിട്ട് വളർന്നു വരട്ടെ. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എല്ലാ ഫ്യൂച്ചറിലെ എല്ലാ ഡ്രീംസിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.